അടുത്തത് നമ്മൾ ഹൈറാർക്കീസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഹൈറാർക്കീസ് എന്ന് പറയുന്നത് എന്താ? ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഹൈറാർക്കീസ് ആർ ഗ്രൂപ്പ്സ് ഓഫ് കോളംസ് ദാറ്റ് റിഫ്ലക്ട് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ഗ്രാനുലാരിറ്റി. അപ്പം ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കാറ്റഗറീനെ സബ് കാറ്റഗറൈസ് ചെയ്യാന്നൊക്കെ പറയില്ലേ നമ്മള്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു ജിയോഗ്രഫി ഹൈറാർക്കിനെ നമ്മള് സബ് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ വരും? കൺട്രി വരും, അതിൻ്റെ ഉള്ളിൽ എന്ത് വരും? സ്റ്റേറ്റ് വരും, സ്റ്റേറ്റിനുള്ളിൽ സിറ്റീസ് വരും. അപ്പൊ അങ്ങനെ നമ്മള് സബ് കാറ്റഗറൈസ് ചെയ്ത് പോകുമ്പോൾ കുറെ വാല്യൂസ് ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെ ഹൈറാർക്കി എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം നമുക്കിപ്പം ഡാറ്റയിലെ എന്താ കുറച്ചും കൂടി ഡീപ്പായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പം കൺട്രി കാണുന്നേക്കാളും കൂടുതൽ എനിക്ക് ഒരു സിറ്റിയുടെ ബേസിൽ കാണണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്താലാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്ത് ഡ്രിൽ അപ്പും ഡ്രിൽ ഡൗണും ചെയ്യുമ്പോഴാണ് നമുക്ക് അത്രയും ഡീപ്പായിട്ട് ഒരു വാല്യൂ കാണാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഹൈറാർക്കീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ടെറിട്ടറി ലുക്കപ്പ് എന്ന് പറയുന്ന ടേബിൾ എടുക്കാണ്. ഓക്കെ, ഇതിലാണ് ഞാൻ ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ടേബിൾ വ്യൂവിലാണ് ഞാൻ ഈ ടെറിട്ടറി ലുക്കപ്പ് എടുത്തിരിക്കുന്നത്. അതില് ടെറിട്ടറി ലുക്കപ്പിന്റെ അവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അപ്പൊ എന്താ, നമുക്ക് അവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ ടെറിട്ടറി ലുക്കപ്പില് ഏതെങ്കിലും ഒരു കോളം, മീൻസ് നമുക്കിവിടെ കോണ്ടിനെന്റ്, കൺട്രി, റീജിയൻ, ഓക്കെ, ഇത് മൂന്നും എന്താ സബ് കാറ്റഗറൈസ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അപ്പൊ ഏതെങ്കിലും ആദ്യത്തെ ഒരു കോളം കോണ്ടിനെന്റ് ഞാൻ ആദ്യം സെലക്ട് ചെയ്യാണ്. കോണ്ടിനെന്റിന്റെ അവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. അപ്പോഴെന്താ, ക്രിയേറ്റ് ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം എന്താ, കോണ്ടിനെന്റ് ഇവിടെ ഹൈറാർക്കിയുടെ ഉള്ളിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എനിക്ക് കൺട്രീനെയും റീജിയണിനെയും കൂടി ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ സെയിം കൺട്രിയുടെ അവിടെ പോയി റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ആഡ് ടു ഹൈറാർക്കി, ഏത് ഹൈറാർക്കിയിലേക്ക്? കോണ്ടിനെന്റ് എന്ന് പറയുന്ന നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹൈറാർക്കിയിലേക്കാണ് ഈ എന്താ കൺട്രി ആഡ് ആവേണ്ടത്. ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്താ, കോണ്ടിനെന്റും കൺട്രി ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റീജിയന്റെ അവിടെ പോയി റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ആഡ് ടു ഹൈറാർക്കി. ഓക്കെ, അപ്പം നമ്മളുടെ കോണ്ടിനെന്റ് എന്ന് പറയുന്ന ഹൈറാർക്കിയുടെ ഉള്ളിൽ എന്തൊക്കെ വാല്യൂസ് വന്നിട്ടുണ്ട്? കോണ്ടിനെന്റ്, കൺട്രി, റീജിയൻ. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കോണ്ടിനെന്റ് ഹൈറാർക്കി എന്നുള്ള പേര് ചേഞ്ച് ചെയ്ത് ടെറിട്ടറി ഹൈറാർക്കി എന്ന് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കത് വേണമെങ്കിൽ ടെറിട്ടറി ഹൈറാർക്കി എന്ന് ആക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? റൈറ്റിലേക്ക് കൊടുക്കുക, റീനെയിം കൊടുക്കുക. കോണ്ടിനെന്റ് മാറ്റി ടെറിട്ടറി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ഹൈറാർക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ വേറൊരു ഹൈറാർക്കിയും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. എന്താണ്? ഡേറ്റിന്റെ ബേസിൽ ഉള്ള ഒരു ഹൈറാർക്കി. അപ്പൊ ഇത് എന്താ, വേറൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ എന്താ, ഇയറിനെ നമ്മള് സബ് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഇയറിന്റെ താഴെ എന്താ, മന്ത് ബേസിലായിരിക്കും വരാം. മന്തിനെ നമ്മൾ വീണ്ടും ചെറുതാക്കുമ്പോൾ എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. വീക്കിനെ വീണ്ടും ചെറുതാക്കുമ്പോൾ ഡേറ്റ്. അപ്പൊ ഇതാണ് ഒരു സ്ട്രക്ചർ. നമ്മൾ നേരത്തെ സെയിം എന്താ കോണ്ടിനെന്റ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഇതും ഈ ഡേറ്റിന്റെ ബേസിൽ നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ അതിന് കലണ്ടർ ലുക്കപ്പ് ആണ് എടുക്കേണ്ടത്. നമ്മൾ ഓൾറെഡി കലണ്ടർ ലുക്കപ്പിൽ ചെയ്ത് ഓർക്കുന്നില്ലേ? ഡേറ്റ് ഓഫ് മന്ത്, സ്റ്റാർട്ട് ഓഫ് ഡേറ്റ്, സ്റ്റാർട്ട് ഓഫ് മന്ത്, അതൊക്കെ ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ ഞാൻ ആദ്യം അവിടെ സ്റ്റാർട്ട് ഓഫ് ഇയറിന്റെ അവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കണു, ക്രിയേറ്റ് ഹൈറാർക്കി. അപ്പൊ എന്താ, ഇയർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ, മന്തിനെ ആഡ് ചെയ്യണം. മന്തിന്റെ അവിടെ പോയി റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ആഡ് ടു ഹൈറാർക്കി. നെക്സ്റ്റ് എന്താ, മന്ത്, വീക്ക്, ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് കൊടുക്കുക,